വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഡെസേർട്ട് എന്തുണ്ടാക്കുമെന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫേവറേറ്റ് ഡെസേർട്ടായിട്ടുള്ള പൈനാപ്പിൾ പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ വലിയൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ, അത് മാക്സിമം പറ്റുന്നിടത്തോളം ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഫ്രെയിം പാനിലിട്ടിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൈനാപ്പിളൊക്കെ വെന്ത് അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിലാകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷം ഈ ഒരു ഞാൻ തവി വെച്ചിട്ട് എടുത്തില്ലേ, അത്രയും ഭാഗം നമുക്ക് ചെറിയ മിക്സിയുടെ ചാലിട്ട് ഒന്ന് അരച്ചിട്ട് അത് മാറ്റി വെക്കണം കേട്ടോ. ഇനി ഞാൻ ഇവിടെ 1 ലിറ്റർ പാലാട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 20 ഗ്രാം ചൈന ഗ്രാസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ആ ചൈന ഗ്രാസ് ഒരു 10 മിനിറ്റ് 2 കപ്പ് വെള്ളത്തിൽ ആദ്യം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാല് തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ചൈന ഗ്രാസ് നമുക്ക് മെൽട്ടാക്കാൻ വെക്കണം. രണ്ടിനും ഒരേ ചൂട് വേണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും കേട്ടോ. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും മിക്സ് ആയിട്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഷുഗർ ചേർക്കാത്ത കണ്ടൻസ് മിൽക്ക് മാത്രം ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിൻ്റെ തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ ചൂടിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ആദ്യം കുറച്ച് പൈനാപ്പിൾ മിക്സിയുടെ ചെറിയ ജാലിട്ട് അരച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് അരച്ച് കൊണ്ടുവരണം. അത് ചൂടോടുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ പാല് പിരിഞ്ഞു പോകും, പൈനാപ്പിളിൻ്റെ ആ ഒരു പുളിയൊക്കെ തട്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം എന്നാൽ സെറ്റ് ആവാനും പാടില്ല. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ ഈ ഒരു മിക്സിന് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. വെറുതെ പൈനാപ്പിളിൻ്റെ വേറെ എസൻസ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവർ ഈ ഒരു പുഡിംഗ് മിക്സിന് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ കുറച്ച് അടിയിലൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് സെറ്റ് ആയതിന് ശേഷം ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു 1 ലിറ്റർ പാൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ എന്തായാലും വലിയൊരു പൈനാപ്പിൾ തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ ഇതിനൊക്കെ കറക്റ്റ് നമുക്ക് തികയുള്ളൂ. പിന്നെ മുകളിൽ കുറച്ച് ബദാം ചോപ്പ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. അതും കൂടി ഉണ്ടാകുമ്പോൾ കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമുക്കൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു പൈനാപ്പിൾ പുഡിങ് കിട്ടും. അപ്പോൾ പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫ്ലോപ്പ് ആയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.